ഹലോ എവരിവൺ, ഇത് നമ്മുടെ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് 1 4 ചാപ്റ്ററും പഠിക്കാനുള്ളതാണ്. അപ്പോൾ പലരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒന്നും അറിയാത്തവർക്ക്, അപ്പോൾ കഥ അറിയാത്തവരുണ്ടാവും. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എല്ലാ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞു തരും. നമുക്ക് ഓടിച്ച് എല്ലാത്തിൻ്റെയും സമ്മറി നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് നിർബന്ധമായിട്ട് പഠിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചെന്ന് എഴുതാൻ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കണം. നമ്മൾ ഇംഗ്ലീഷാണ് വെറുതെ പോയി എഴുതാമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, ഉണ്ടായിന്ന് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതി പെരുപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും വിട്ടു പോകാത്ത നമ്മൾ ആ ചാപ്റ്ററിൻ്റെ പേരും അതുപോലെ അത് ആരാ എഴുതിയെന്ന്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ, എഴുതിയത് ആരാണെന്നും ആ ചാപ്റ്ററും അത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് നന്നായി വായിക്കുക എക്സാമിൻ്റെ തലേന്ന്. ഈ ഓരോ ചാപ്റ്ററിൻ്റെ അറ്റ്ലീസ്റ്റ് എന്ത് പഠിക്കണം, സമ്മറി പഠിക്കണം. പോയാണെങ്കിൽ അതിൻ്റെ അപ്രിസിയേഷൻ പഠിക്കുക. പിന്നെ നിങ്ങൾ ചാപ്റ്റർ നന്നായി വായിക്കുക. പോയാണെങ്കിൽ എന്താണെങ്കിലും യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ചാപ്റ്റർ. അപ്പോൾ അത് പഠിക്കുക. അത് നോക്കിയിട്ട് ടെക്സ്റ്റ് നന്നായി നന്നായി 1-2-3 തവണ വായിക്കുക, മനസ്സിലാക്കി വായിക്കണം. അങ്ങനെ വായിച്ചാൽ തന്നെ നമുക്ക് എക്സാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. പിന്നെ ഒരു പാർട്ടിൽ നമുക്കറിയാം ഗ്രാമർ വരുന്നുണ്ട്. ഗ്രാമർ നമ്മൾ കുറേ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് തെറ്റിപ്പോവും. പക്ഷേ തിയറി അങ്ങനെയല്ല, നമ്മൾ പഠിച്ചാൽ നമുക്ക് നന്നായി എഴുതാം. ഇനി ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ പോലും അത്യാവശ്യം മാർക്കൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പാസ്സാവാനുള്ളൊരു വീഡിയോ ആയിട്ട് കൂട്ടാം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ സമ്മറി പറഞ്ഞു പോകും. അപ്പോൾ അതിൽ സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും അത് സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നിക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 4 ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല കറേജ് നൽകുന്നതാണ്. അതുപോലെ പരാജയപ്പെട്ടു പോയാൽ അത് വിജയത്തിലേക്കുള്ള നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നല്ല, അതിനുള്ള സപ്പോർട്ടും ഒരു ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസാണ് ഇതിൽ ഫുള്ളുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അത്യാവശ്യം ടഫൊന്നുമില്ല, ടഫില്ലാത്ത 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് നോക്കിപ്പോവാം. പിന്നെ അതിന് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കണ്ടില്ല അവിടെ, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? സക്സസ് ഈസ് നോട്ട് ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരിക്കൽ ജസ്റ്റ് ബിക്കോസ് യു സക്സീഡ് വൺസ് ഇറ്റ് ഡസൻറ്റ് മീൻ യു ക്യാൻ സ്റ്റോപ്പ് വർക്കിംഗ്, യു ഹാവ് ടു കീപ്പ് ഇംപ്രൂവിങ്. നിങ്ങൾ ഒരിക്കലും സക്സസ് ആയിന്ന് വെച്ചിട്ട് അതായിരിക്കില്ല ഒരിക്കലും ഫൈനൽ. കാരണം എന്താണ്, അത് വെച്ചിട്ട് നിങ്ങൾ പരിശ്രമം നിങ്ങളത് നിർത്തരുത്. കാരണം പിന്നീടും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതേപോലെ ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, അതായത് നമ്മളൊരു വട്ടം ഫെയിലായിന്ന് വെച്ചിട്ട് ഫെയിലിംഗ് ഡസൻറ്റ് മീൻ ദ എൻഡ്, അതൊരിക്കലും ഒരു അവസാനമല്ല. യു ക്യാൻ സ്റ്റിൽ റിക്കവർ ആൻഡ് ട്രൈ അഗൈൻ. നമുക്കതിൽ നിന്നിട്ട് വീണ്ടും റിക്കവറായിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണ് ഈ സക്സസ്സും ഫെയിലറൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. വാട്ട് ട്രൂവലി മാറ്റർ ഈസ് നോട്ട് ഗിവിങ് അപ്പ് ഈവൻ ആഫ്റ്റർ ഫെയിലർ ഓർ സക്സസ്. ശരിക്കും ഇതൊക്കെ എന്താണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇതാണ്. ഓരോ പടികളിൽ നിന്നറിയില്ല, നമ്മൾ പരാജയമായാലും അതുപോലെ വിജയിച്ചു എന്ന് വെച്ചിട്ടും അത് നമ്മളോട് അവിടെ നമ്മുടെ പരിശ്രമം നിർത്താൻ പാടില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഗിവ് അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഉപേക്ഷിക്കരുത്, പരാജയപ്പെടരുത്, ക്വിറ്റ് ചെയ്യരുത്. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മോട്ടിവേഷനാണ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോണ 4 ചാപ്റ്റേഴ്സും നമുക്ക് കിട്ടാൻ പോണതും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിനു മുന്നേ നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. അതൊരു എബ്രഹാം ലിങ്കൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ഗ്രേറ്റസ്റ്റ് സ്പീക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. അവിടെ എന്താണ് ഏബ്സ് ഫസ്റ്റ് സ്പീച്ചിൽ പറയുന്നത് നോക്കാം. ആസ് എ ബോയ് എബ്രഹാം, അതായത് എബ്രഹാം ലിങ്കനെ വിളിച്ചിരുന്ന പേരായിരുന്നു അത്.
ഡ്രസ്ഡ് സിംപ്ലി ആൻഡ് ബെയർ ഫുട്ട്. അദ്ദേഹം സിംപ്ലി ഒരു സാധാരണക്കാരനെ പോലെ വസ്ത്രം ധരിച്ച് ബെയർ ഫുട്ട് കാലിൽ ചെരുപ്പൊന്നുമില്ലായിരുന്നു, കാല് നഗ്നമായിരുന്നു. അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട് ഡെന്നിസ് ഹാങ്സ്. അതായത് എബ്രഹാം ലിങ്കൺ ഒരു ചെറുപ്പത്തിൽ ബോയ് ആയിരുന്ന ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഡെന്നിസ് ഹാങ്സിൻ്റെ ഒപ്പം ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ദ സ്പീക്കർ ദർ വാസ് ലൗഡ് ആൻഡ് ഡ്രമാറ്റിക്. അവിടെ ഒരാൾ ആയിരുന്നു അത് പ്രസംഗിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒച്ചത്തിലും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് സംസാരിച്ചിരുന്നു. ബട്ട് ഏബ് ആൻഡ് ഡെന്നിസ് ഡിസഗ്രീഡ് വിത്ത് ഹിസ് വ്യൂസ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ അവിടെയുള്ള അഭിപ്രായത്തോട് നമ്മുടെ ഏബിനും അതേപോലെ തന്നെ എബ്രഹാം ലിങ്കൻ്റെ ഫ്രണ്ട് ഡെന്നിസിനും അവർ എഗ്രീഡ് അല്ലായിരുന്നു, ഡിസഗ്രീഡ് വിത്ത് ഹിസ് വ്യൂസ്. അവരുമായിട്ട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു, അവർ പറഞ്ഞ കാഴ്ചപ്പാടുമായിട്ട്. വ്യൂസ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. അപ്പോൾ ഡെന്നിസ് ചലഞ്ചഡ് ഏബ് ടു സ്പീക്ക്, പ്ലേസിങ് ഹിം ഓൺ എ ഡ്രൈ ഗുഡ്സ് ബോക്സ്. അപ്പോൾ ഡെന്നിസ് എന്ത് ചെയ്യും, നമ്മുടെ ഡെന്നിസ് ചലഞ്ച് ചെയ്തു നമ്മുടെ എബ്രഹാം ലിങ്കന് അദ്ദേഹത്തെക്കാൾ നന്നായി എന്ത് ചെയ്യും പ്രസംഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഉത്തരമായിട്ട് മറ്റൊരു പ്രസംഗം നൽകാൻ പറയും. നമ്മുടെ എബ്രഹാം ലിങ്കൺ ഒരു രാഷ്ട്രീയക്കാരൻ ഭയങ്കര ലൗഡ് വോയിസിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് അത്രയ്ക്ക് അത് പിടിച്ചില്ല നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ ഫ്രണ്ടിനും. അപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ ഫ്രണ്ട് പറഞ്ഞു എബ്രഹാം ലിങ്കൻ അതിനെക്കാട്ടി നന്നായി സംസാരിക്കാൻ കഴിയുന്നത്. സംഭവം സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ചെരുപ്പൊന്നും ഇടാതെ വന്ന് കാഴ്ചയിൽ ഭയങ്കര ഇതൊന്നുമല്ല. എങ്കിലും ഇവനെ ഡെന്നിസ് ചലഞ്ചഡ് ഏബ് ടു സ്പീക്ക് ആൻഡ് പ്ലേസിങ് ഹിം ഓൺ എ ഡ്രൈ ഗുഡ്സ് ബോക്സ്. അങ്ങനെ ഇവൻ എൻ്റെ ഒരു ഗുഡ് ബോക്സിൻ്റെ മേലെ നിർത്തിയിട്ട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഏബ് ഡെലിവേർഡ് എ സ്പീച്ച്. അങ്ങനെ ആബൻ്റെ ഈ ഒരു സ്പീച്ച് പറയുന്നു, ഒരു മറുപടി പ്രസംഗം പറയുന്നു. ദാറ്റ് ഇംപ്രസ്ഡ് ദ ക്രൗഡ്. അത് ക്രൗഡ് എന്ന് വെച്ചാൽ ജനക്കൂട്ടങ്ങളെ അത് ഇംപ്രസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഇവൻ കൺവിൻസ്ഡ് ദ ക്യാമ്പയിൻ ഒറേറ്റർ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി. ആൻഡ് ഈ ആർക്ക് നമ്മുടെ ഒറേറ്റർ പ്രാസംഗികനും എന്ത് ചെയ്ത് ഇത് ഇഷ്ടമായി. അത് അവരെ എന്ത് ചെയ്ത് കൺവിൻസ് ചെയ്ത്. ഡെന്നിസ് പ്രൗഡ്ലി റിക്കാൾഡ് ഹൗ യങ് ആബ് ഔട്ട്ഷോൺ ആൻ എക്സ്പീരിയൻസ്ഡ് സ്പീക്കർ. ഇതൊന്ന് ഡെന്നിസ് പ്രൗഡ്ലി ഓർമ്മിച്ചെടുക്കുകയാണ് എങ്ങനെയാണ് എബ്രഹാം ലിങ്കൺ എന്ന ഒരു നല്ലൊരു വ്യക്തി പ്രാസംഗികൻ ഉടലെടുത്തതെന്ന്. ഇത് അദ്ദേഹത്തിന് ചെറുപ്പത്തിലുണ്ടായൊരു ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റോറി തുടങ്ങുന്നത്. അതായത് നമ്മുടെ ഇതെല്ലാം നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് ചെറിയൊരു പോർഷൻ അവിടെ നൽകിയെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താ പറഞ്ഞത്, ഇതിൽ നമ്മൾ എന്താ ചെറുതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യങ്ങായിരുന്നപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ എന്ത് ചെയ്ത് എബ്രഹാം ലിങ്കൺ അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട് ഡെന്നിസ് ഹാങ്സുമായിട്ടൊരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ദ മെയിൻ സ്പീക്കർ വാസ് ലൗഡ് ബട്ട് അൺകൺവിൻസിങ് ടു ദം. അവിടെ പ്രസംഗിച്ചിരുന്ന മെയിൻ ആൾ ഭയങ്കര ഒച്ചത്തിലൊക്കെ ആയിരുന്നു, പക്ഷേ അത് ഇവർക്ക് ഓക്കെ അല്ലായിരുന്നു. ഡെന്നിസ് എൻകറേജ്ഡ് ഏബ് ടു സ്പീക്ക് ഇൻ റിപ്ലൈ. ആ പ്രസംഗത്തിനൊരു മറുപടി ആയിട്ട് വേറൊരു സ്പീച്ച് നൽകാൻ വേണ്ടിയിട്ട് ഡെന്നിസ് എബ്രഹാം ലിങ്കനോട് ആവശ്യപ്പെട്ടു. ഏബ് സ്പീച്ച് ഇംപ്രസ്ഡ് എവ്രി വൺ. അങ്ങനെ അവൻ എന്തൊരു സ്പീച്ച് നൽകിയപ്പോൾ അത് എല്ലാവരെയും ഇംപ്രസ് ചെയ്തു, ഇൻക്ലൂഡിങ് ദ ഒറിജിനൽ സ്പീക്കറിനെയും അതെന്ത് ചെയ്യുക ആകർഷിച്ചു. ദിസ് ഷോവ്ഡ് ഏബ്സ് ഏർലി ടാലൻറ്റ് ഫോർ പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ ഇത് എന്തിനാണ് എബ്രഹാം ലിങ്കൻ്റെ ടാലൻ്റ് അല്ലേ കാണിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വാട്ട് മെയ്ഡ് ലിറ്റിൽ ഏബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്. എന്താണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവന് ഡ്രൈ ഗുഡ് ബോക്സിൻ്റെ മേലെ ചെന്നിരുന്നിട്ട് ഒരു സ്പീച്ച് നൽകിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഈ ചാപ്റ്ററിനെക്കാട് ഇമ്പോർട്ടൻ്റ് ഇനി വരുന്നതാണ്. പക്ഷേ ഈ മുന്നിലൊരു സംഭവം തന്നില്ലേ, അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഏബ് ആൻഡ് ഡെന്നിസ് ഡിസഗ്രീഡ് വിത്ത് ദ പൊളിറ്റിക്കൽ സ്പീക്കേഴ്സ് വ്യൂ. ഈ നോട്ട് കാണിക്കുന്നത് എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത് മലയാളം പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് എന്ത് ചെയ്യുക പഠിക്കാം. ഏബും എബ്രഹാം ലിങ്കനും ഡെന്നിസും ഡിസഗ്രീഡ്, അവർ എഗ്രി ചെയ്തില്ല നമ്മുടെ പൊളിറ്റിക്കൽ സ്പീക്കേഴ്സിൻ്റെ കാഴ്ചപ്പാടിന് വ്യൂസ്.
ഡെന്നിസ് ബിലീവ്ഡ് എബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച്. അതുപോലെ തന്നെ ഡെന്നിസ് വിശ്വസിച്ചിരുന്നത് എന്താണ്, നമ്മുടെ എബ്രഹാം ലിങ്കന് അതിനേക്കാൾ നന്നായൊരു പ്രസംഗം കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ഡെന്നിസ് പ്ലേസ്ഡ് എ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് കോൾഡ് ഓൺ എബ് ടു സ്പീക്ക്. അങ്ങനെ അവരൊരു ഡ്രൈ ആയിട്ടുള്ള ഗുഡ്സ്, ഒരു ചരക്ക് പെട്ടി കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മേലെ നിന്നിട്ട് പ്രസംഗിക്കാൻ പറയുകയാണ് എബ്രഹാം ലിങ്കനോട്. എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്യുക, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു സ്പീച്ച് നൽകുന്നു. അതാണ് എന്തുകൊണ്ടാണ് ഇവന് അവിടെ കയറി നിന്ന് പ്രസംഗിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരം. പിന്നെ ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നല്ല ഗുഡ് ഡ്രസ്സ്, അതുപോലെ തന്നെ നല്ല അപ്പിയറൻസ്, കാണാൻ നല്ല ഭംഗി, അതുപോലെ നല്ല പൊസിഷനൊക്കെ എക്സെട്ര ആർ നീഡഡ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബിഫോർ ദ പബ്ലിക് ഫോർ എ സ്പീച്ച്. ഇതൊക്കെ അത്യാവശ്യമാണോ നമുക്ക് നമ്മളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക്കിൽ ഒരു പ്രസംഗം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഗുഡ് ഡ്രസ്സ്, അപ്പിയറൻസ് ഇതൊക്കെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു പാർട്ടാണെങ്കിൽ പോലും ശരിക്കും അതൊന്നും ആവശ്യമില്ല. നമുക്ക് ആ എബിലിറ്റി, കഴിവുണ്ടായാൽ മതി. നോ, ദിസ് ആർ നോട്ട് നെസസറി, അത് ആവശ്യമില്ല. കോൺഫിഡൻസ്, ക്ലാരിറ്റി ആൻഡ് ഗുഡ് കണ്ടൻറ്റ് മാറ്റർ മോർ ദാൻ അപ്പിയറൻസ്. നമ്മൾ അപ്പിയറൻസിനെക്കാട്ടി അധികം നമുക്ക് വേണ്ടത് എന്താണ്, നല്ലൊരു കോൺഫിഡൻസ് വേണം. അതുപോലെ തന്നെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് നല്ല ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഗുഡ് കണ്ടൻറ്റ്, നല്ല കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം, നല്ല വിഷയം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അതിനേക്കാൾ നല്ലത്. ദോ പുവർലി ഡ്രസ്ഡ്, നമ്മുടെ എബ്രഹാം ലിങ്കൻ വളരെ മോശമായിട്ടായിരുന്നു ഡ്രസ്സ് ധരിച്ചത്, പക്ഷേ ഇംപ്രസ്ഡ് ദ ഓഡിയൻസ് വിത്ത് ഹിസ് വേർഡ്സ്. എബ്രഹാം ലിങ്കൻ ഡ്രസ്സ് വെച്ചിട്ടാണോ ഓഡിയൻസിനെ ആകർഷിച്ചത്? അല്ല. എന്ത് വെച്ചിട്ടായിരുന്നു? എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ടായിരുന്നു. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നിസ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് എബി. നമ്മുടെ എബ്രഹാം ലിങ്കനെ എബ്രഹാം ലിങ്കനെ പുറത്ത് കൊണ്ടുവരാൻ നമ്മുടെ ഡെന്നിസിന് ഒരു പ്രധാന റോളുണ്ടായി. അതായത് ഈ എബ്രഹാം ലിങ്കൻ്റെ കഴിവ് പുറത്ത് കൊണ്ടുവരാൻ ഡെന്നിസിനെ കൊണ്ട് കഴിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഹി റിക്കഗ്നൈസ്ഡ് എബ്സ് ടാലൻറ്റ് ആൻഡ് എൻകറേജ് ഹിം ടു സ്പീക്ക്. നമ്മുടെ എബ്രഹാം ലിങ്കനെ മനസ്സിലാക്കിയ ബെസ്റ്റ് നല്ലൊരു കൂട്ടുകാരനായിരുന്നു ഡെന്നിസ് എന്ന് പറയുന്നത്. ആൻഡ് ഡെന്നിസ് സൃഷ്ടിച്ചു ഓപ്പർച്യൂണിറ്റി ബൈ പ്ലേസിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് വെച്ചിട്ട് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി വയ്ക്കുകയാണ്. ആൻഡ് ബൂസ്റ്റഡ് എബ്സ് കോൺഫിഡൻസ് ത്രൂ ഹിസ് ബിലീഫ് ഇൻ ഹിം. അങ്ങനെ നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ കോൺഫിഡൻസ് എന്ത് ചെയ്തു, ബൂസ്റ്റ് ചെയ്തിട്ട് ത്രൂ ഹിസ് ബിലീഫ് ഇൻ ഹിം ആൻഡ് ബൂസ്റ്റഡ് എബ്സ് കോൺഫിഡൻസ് ത്രൂ ഹിസ് ബിലീഫ് ഇൻ ഹിം. അങ്ങനെ എബ്രഹാം ലിങ്കൻ്റെ കോൺഫിഡൻസ് ഒക്കെ എന്ത് ചെയ്യും, ഇവന് ബൂസ്റ്റ് ചെയ്തു. പിന്നെ അടുത്തത്, ഡു യു തിങ്ക് എവരിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാവർക്കും കഴിവുണ്ടെന്ന്? വൈ ഡു സം പീപ്പിൾ നോട്ട് ഷോക്കേസ് ഇറ്റ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാവർക്കും കഴിവുണ്ടെന്ന്. ഇനി കഴിവുണ്ടെങ്കിൽ പോലും എല്ലാവരും അത് ഷോ ചെയ്യാത്തത് എന്തുകൊണ്ട്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്, യെസ് എവ്രി വൺ ഹാസ് സം ടാലൻറ്റ് ഓർ പൊട്ടൻഷ്യൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കഴിവുണ്ട്. പിന്നെ എന്താ പ്രശ്നം? റീസൺസ് ഫോർ നോട്ട് ഷോക്കേസിങ് ടാലൻറ്റ്. ചിലർ എന്തുകൊണ്ടാണ് പുറത്ത് കാണിക്കാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ എന്താണ്? ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. ചിലർക്ക് നല്ല പ്ലാറ്റ്ഫോമോ നല്ല സപ്പോർട്ടോ ടു ഡിസ്പ്ലേ സ്കിൽസ്, അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. പിന്നെ ചിലർക്ക് എന്തായിരിക്കും, പേടിയായിരിക്കും. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ചിലർക്ക് കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കും. ഫിയർ ഓഫ് ഫെയിലർ, പരാജയപ്പെടുന്നതിനുള്ള പേടി. അതേപോലെ തന്നെ ക്രിറ്റിസിസം ഹോൾഡ്സ് ദം ബാക്ക്. അതായത് നമുക്ക് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഇത് കൊടുത്ത വിമർശനമൊക്കെ ഉണ്ടാവുമല്ലോ, ആ വിമർശനമൊന്നും സഹിക്കാൻ പറ്റാത്ത, അതിനോടുള്ള ഫിയർ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ടാലൻറ്റ് പുറത്തെടുക്കാൻ നമ്മളെ സമ്മതിക്കില്ല. അതേപോലെ തന്നെ ഫിയർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ചിലവരെന്ത് ചെയ്യും, പബ്ലിക് ഒപ്പീനിയനെ പേടിക്കും. ഇപ്പം നമ്മളൊരു പുറത്ത് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് പറയും, അത് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല, ഒന്നും പുറത്ത് പറയില്ല. അതാണ്.